തെറ്റുകൾ ചെയ്യാതെയാണ് ഞാൻ ജയിലിലെത്തിയത്. എനിക്ക് അറിയാതെ പറ്റിപ്പോയ ഒരു അബദ്ധം. കാരണം എന്നെ പോലെ ഒരു പെണ്ണിനെ എനിക്ക് 9ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ. ഒരു നേരം അമ്മേന്റെ മരുന്ന് മുടങ്ങി എനിക്ക് സങ്കടം. കാരണം എനിക്ക് എന്റെ അമ്മയുടെ കൂടെ കുറച്ചു കാലം കൂടി ജീവിക്കണം എന്നൊരാഗ്രഹം. ഈ 12 വർഷം എനിക്ക് കിട്ടാതെ പോയ സ്നേഹമെല്ലാം, ഞാൻ കൊടുക്കാതെ പോയ ആ സ്നേഹമെല്ലാം എനിക്ക് എന്റെ അമ്മയ്ക്ക് കൊടുക്കണം. അബദ്ധത്തിൽ പെട്ടുപോയ ഞാൻ 12 വർഷത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നു. ആ ജയിലിൽ കഴിയുന്ന സമയത്തെല്ലാം എന്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം ഞാൻ ജയിലിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ അമ്മ ഒരു ഷെഡിനകത്ത് കിടക്കുന്ന പാമ്പുകൾ വരാം, ഇഴജന്തുക്കളെല്ലാം കയറി വരാം, മഴ പെയ്ത് ചോരും, ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോരും എന്നും അറിയില്ല. വയസ്സായി വടി കുത്തിയാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ വേദന, ഞാൻ തടവിൽ കിടക്കുന്നതല്ലായിരുന്നു. എൻ്റെ അമ്മ ഒറ്റയ്ക്കായി പോയല്ലോ, എൻ്റെ അമ്മച്ചി എന്ത് ചെയ്യുമായിരിക്കും, ഒന്നാമത് അസുഖം, എന്ത് ചെയ്യും എന്നുള്ള വേദന കൊണ്ട് നീറിയായിരുന്നു ഞാൻ. അപ്പോഴെല്ലാം ഞാൻ ജയിലിൽ കിടന്നൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ജയിലിൽ ഉദ്യോഗസ്ഥർ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളൊക്കെ റിട്ടയർഡ് ആയി പോയതിന് ശേഷം ലിസി ജയിലിൽ നിന്ന് പോവുള്ളൂ. കാരണം 28 വർഷത്തെ ശിക്ഷയല്ലേ, 25 വർഷത്തെ ശിക്ഷയും 3 ലക്ഷം രൂപ പഴയ. 3 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ എനിക്ക് 3 വർഷോടെ, അങ്ങനെ 28 വർഷം. വയ്യാതെ തീരെ നടക്കാൻ വയ്യാതായ ഞാൻ എടുത്തും കൊണ്ട് നടന്നോളാം. ഇത് ലിസി റോസക്കുട്ടി, സുൽത്താൻ ബത്തേരിയിലെ ചുള്ളിയോട് സ്വദേശിനി. കൂടപ്പിറപ്പിനെ പോലെ കണ്ടൊരാളുടെ ചതിയിൽപ്പെട്ട് 12 വർഷം ജയിലിലകപ്പെട്ട നിരപരാധി. ജയിലിനുള്ളിൽ ലിസിയെയും ജയിലിന് പുറത്ത് ലിസിയുടെ വാർദ്ധക്യത്തിലെത്തിയ അമ്മയെയും കാത്തിരുന്നത് സമാനതകളില്ലാത്ത ദുരിതങ്ങളായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ജയിലിൽ അകപ്പെട്ടു പോയ ലിസിയെ കാണാൻ ദൈവദൂതരെ പോലെ അവരെത്തി. ആ കഥ ലിസി തന്നെ പറയും. ലിസി റോസക്കുട്ടിയുടെ ജയിൽ അനുഭവങ്ങളുടെ പരമ്പരയിലെ 5ാം ഭാഗം. തെറ്റുകൾ ചെയ്യാതെയാണ് ഞാൻ ജയിലിലെത്തിയത്. എനിക്ക് അറിയാതെ പറ്റിപ്പോയ ഒരു അബദ്ധം. കാരണം എന്നെ പോലെ ഒരു പെണ്ണിനെ എനിക്ക് 9ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ. മയക്കുമരുന്നിനെ കുറിച്ചോ അല്ലെ മറ്റൊന്നിനെ കുറിച്ചോ എനിക്ക് അറിയില്ല. വീട്ടിലൊരു പത്രം വായിക്കാനുള്ളൊരു അവസരമില്ല, TV ഇല്ല. അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യത്തിൽ മയക്കുമരുന്ന് എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അബദ്ധത്തിൽ പെട്ടുപോയ ഞാൻ 12 വർഷത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നു. ആ ജയിലിൽ കഴിയുന്ന സമയത്തെല്ലാം എൻ്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം ഞാൻ ജയിലിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ അമ്മ ഒരു ഷെഡിനകത്ത് കിടക്കുന്ന പാമ്പുകൾ വരാം, ഇഴജന്തുക്കളെല്ലാം കയറി വരാം, മഴ പെയ്ത് ചോരും, നനയും, അങ്ങനെ എല്ലാം. നല്ലൊരു വീടില്ല, ഒരു ബാത്റൂം ഇല്ല. ഇതെല്ലാം എൻ്റെ അമ്മ എങ്ങനെ കഴിച്ചു വിട്ടു എന്നുള്ള ഒരു അവസ്ഥയിൽ എൻ്റെ അമ്മ ഒറ്റയ്ക്കായിരുന്നു അന്നേരം താമസിച്ചിരുന്നത്. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ വേദന, ഞാൻ തടവിൽ കിടക്കുന്നതല്ലായിരുന്നു. എൻ്റെ അമ്മ ഒറ്റയ്ക്കായി പോയല്ലോ, എൻ്റെ അമ്മച്ചി എന്ത് ചെയ്യുമായിരിക്കും, ഒന്നാമത് അസുഖം, എന്ത് ചെയ്യും എന്നുള്ള വേദന കൊണ്ട് നീറിയായിരുന്നു ഞാൻ. അപ്പോഴെല്ലാം ഞാൻ ജയിലിൽ കിടന്നൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊരു വീട്, അടച്ചുറപ്പുള്ളൊരു വീട്. അത് പണിയാൻ പറ്റുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോരും എന്നും അറിയില്ല. വയസ്സായി വടി കുത്തിയാണോ വരുന്നത്, എന്നോട് പലരും ഉണ്ടായിരുന്നു. ജയിലിലെ ഉദ്യോഗസ്ഥർ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളൊക്കെ റിട്ടയർഡ് ആയി പോയതിന് ശേഷം ലിസി ജയിലിൽ നിന്ന് പോവുള്ളൂ. കാരണം 28 വർഷത്തെ ശിക്ഷയല്ലേ, 25 വർഷത്തെ ശിക്ഷയും 3 ലക്ഷം രൂപ പഴയ. 3 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ എനിക്ക് 3 വർഷോടെ, അങ്ങനെ 28 വർഷം. അപ്പോഴേക്കും ഞാൻ ഏകദേശം ആകെ തളർന്ന് അവശയായി, വടിയും കുത്തി. എന്നാലും വീട്ടിൽ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി പോരുമോ എന്നൊരു സംശയമായിരുന്നു. ചിലപ്പോൾ ജയിലിൽ കിടന്ന് മരിക്കാം. പക്ഷെ അതിൻ്റെ ഉള്ളിലും എനിക്കൊരു വീട് സ്വപ്നമായിരുന്നു. എൻ്റെ അമ്മയെ ഒരു അടച്ചുറപ്പുള്ള വീടിനകത്ത് കിടത്തണം. എൻ്റെ അമ്മയ്ക്ക് ബാത്റൂം, ഇപ്പൊ കാല് വയ്യാത്ത അമ്മയ്ക്ക് നല്ലൊരു ബാത്റൂം, ഒരു യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ടൊരു ബാത്റൂം, പിന്നെ എനിക്കൊരു അടുക്കളയില്ല, നല്ലൊരു അടുക്കള. എല്ലാ വീട്ടിലും നല്ല അടുക്കള കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവും, എനിക്കൊരു അടുക്കളയില്ലല്ലോ എന്നുള്ള സങ്കടം. ആ സങ്കടം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ 12 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ ജയിലിൽ വെച്ച് എഴുതിയ പുസ്തകം വായിക്കാൻ ഇടയായതാണ്. മാധ്യമ പ്രവർത്തകൻ, കണ്ണൂരുള്ള കേരള സ്റ്റോറിയിലെ
ഷിൻസ് എന്നെ പറ്റി അറിഞ്ഞു, വന്നു, എൻ്റെ വീടിന്റെ അവസ്ഥ കണ്ടു, എന്നെ കുറിച്ച് വീഡിയോ ചെയ്തു. ഷിൻസിനന്ന് സങ്കടം വന്നു, ഷിൻസിന്റെ കണ്ണ് നിറഞ്ഞാന്ന് പോയത്. അന്ന് ഷിൻസ് എനിക്കൊരു വാഗ്ദാനം തന്നു. എനിക്ക് ഒരച്ഛനുണ്ട്, നമ്മുടെ ഞാൻ സിബ് സാറിനോടും അച്ഛനോടും ജോർജ് കണ്ണന്താനം അച്ഛനോടും സംസാരിച്ചു നോക്കട്ടെ, ചേച്ചിക്കൊരു വീട് അത് തീർച്ചയായിട്ടും ഉണ്ടാവും, ഞാൻ അച്ഛനോട് പറയാന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ച തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടോ. പിറ്റേ ആഴ്ച തന്നെ ഷിൻസ് വിളിച്ചിട്ട് പറയാണ്, ചേച്ചി അച്ഛൻ പ്രൊജക്ട് ഷെൽട്ടർ നിങ്ങൾക്ക് വീട് വെച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛനും സിബു സാറും കൂടി വരും, വീട്ടിൽ വരും, വീട് കണ്ട് ചേച്ചിക്ക് വീട് എന്തായാലും ഉറപ്പാണെന്ന്. ഞാൻ പ്രതീക്ഷിക്കാതെ ഇരുന്ന സമയത്തായിരുന്നു. പിന്നെ മനസ്സ് തുള്ളിച്ചാടണോന്ന് അറിയില്ല. എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചിക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിറ്റേ ആഴ്ച തന്നെ അച്ഛനും വന്നു, ഷിൻസ്, സിബി സാറും കുറേ പേര് വന്നു, പ്രൊജക്ട് ഷെൽട്ടറിന്റെ കുറെ പേര് വന്നു. അവര് വന്ന് എന്റെ അവസ്ഥ എല്ലാം കണ്ടു. അന്ന് തന്നെ അച്ഛൻ എനിക്ക് വീടിന് വേണ്ടുന്ന ഒരു കല്ല് വെഞ്ചരിച്ച് തന്നു. എല്ലാരും പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കൊരു വീടായി. വീട് പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോ. പ്രോജക്ട് ഷെൽട്ടറിന്റെ ഒരു വീടായിട്ട് നമ്മൾ ഈ ലിസിയുടെ വീട് നമ്മളിവിടെ പണിയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ തറക്കല്ല് നമ്മളിവിടെ വിടുകയാണ്. ഇത് ബാംഗ്ലൂരിൽ നിന്നുള്ള ജീന എഞ്ചിനീയറിംഗ് കമ്പനി ഇതിൻ്റെ കംപ്ലീറ്റ് സ്പോൺസർഷിപ്പ് നടത്തുന്നതാണ്. അടുത്ത 3 മാസം കൊണ്ട് ഒരു വീട് നമ്മൾ ലിസിക്ക് വേണ്ടി കൊടുക്കാനായിട്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ തീരുമാനിക്കുന്നു. ഈ കല്ല് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ദിവസവും ഒരു വീടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ളതാണ്. അത് പറ്റും. 30,000 ആൾക്കാർ 1000 രൂപ വെച്ച് ഓരോ മാസം കൊടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു വീടുണ്ടാക്കാൻ പറ്റും. ഇത് പറ്റിയല്ലേ? കേരളത്തിൽ തന്നെ 3 കോടി ആൾക്കാരുണ്ടല്ലോ. 3 കോടിയിൽ കൂടുതൽ ആൾക്കാരുണ്ട് കേരളത്തിൽ. അതിൽ വെറും 30,000 ആൾക്കാർ മാത്രം എല്ലാ മാസവും 1000 രൂപ വെച്ച് കൊടുത്താൽ എല്ലാ ദിവസവും നമുക്ക് ഒരു വീട് കൊടുക്കാൻ പറ്റും. ഞാൻ ഇതുപോലെ ഒരു ഫാദറിനെ കണ്ടിട്ടില്ല. അത്ര സ്നേഹമായിരുന്നു. വന്നവർക്കെല്ലാം ഒത്തിരി സ്നേഹമായിരുന്നു. ഒത്തിരി നേരം സംസാരിച്ചു അമ്മച്ചീനോടും എന്നോടും. വന്ന നാട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു, അവരോടെല്ലാം. കാരണം ഞാൻ ഇതുപോലെ ഇത്ര സ്നേഹമായിട്ട് സംസാരിക്കും, ഇത്ര പെരുമാറുന്ന ഒരു ഫാദറിനെ കണ്ടിട്ടില്ല. എല്ലാവരും, സിബു സാറായാലും നല്ല സ്നേഹത്തോടെ വന്നവരെല്ലാവരും തന്നെ ഞങ്ങള് നല്ല അരിയുണ്ടയൊക്കെ കൊടുത്ത്. എൻ്റെ മോളൊരു റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് പഠിക്കാനൊരു റൂം, അതുപോലെ അവൾക്ക് പഠിക്കാൻ തക്ക രീതിയിലുള്ളൊരു സൗകര്യമാക്കിയാണ് എനിക്ക് വീട് പണിത് തന്നിരിക്കുന്നത്. നല്ല സ്നേഹം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വീട് വെച്ച് കൊടുക്കാൻ എന്ന് പറഞ്ഞു പോയാല് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് ആ വീടിന് വേണ്ടിയിട്ട് വന്നപ്പോഴാണെന്നാ തോന്നുന്നത്. ഒത്തിരി നേരം സംസാരിച്ചു, എല്ലാവരുമായിട്ട് ഫോട്ടോസ് എടുത്തു. അങ്ങനെ നല്ല സന്തോഷമായിട്ട് അന്നത്തെ ഒരു ദിവസം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് എനിക്ക്. കാരണം ഞാന് പ്രതീക്ഷിച്ചതിൽ അപ്പുറം എനിക്ക് കിട്ടാൻ പോകുമല്ലേ. ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിന് ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് അച്ഛനോട്, ജോർജ് അച്ഛനോട് ഒക്കെ പറഞ്ഞ, ഷിബു സാറിനോടും ഷിൻസിനോടൊക്കെ എനിക്ക് പറഞ്ഞ തീരാത്ത നന്ദിയാണ്. അതേപോലെ എനിക്ക് പെര പണിയാൻ കോണ്ടാക്ട് എടുത്തിരിക്കുന്ന ജുനൈദ് എന്ന് പറഞ്ഞൊരു പയ്യന. അവൻ എന്ത് കാര്യങ്ങളായാലും വേണ്ട പോലെ നോക്കി. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ആദ്യമേ ഈ വീടാണ് പണിത് തീർക്കേണ്ടതെന്ന ജുനൈദിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അതേപോലെ വൃത്തിയായിട്ട് വേണ്ട പോലെ വെടുപ്പായിട്ടുമാണ് അവൻ വീട് പണിയുന്നത്. എനിക്ക് ഈ വീട് വെച്ച് തന്ന പ്രൊജക്ട് ഷെൽട്ടറാ. ആ പ്രൊജക്ട് ഷെൽട്ടറിനെ കുറിച്ച് അച്ഛനെ പറ്റി പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് അച്ഛൻ ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ട് ഒഴിഞ്ഞു വെച്ചൊരു ജീവിതമാണ്. അച്ഛൻ കുഷ്ഠരോഗികളോടൊപ്പമാണ് ബാംഗ്ലൂർ കഴിയുന്നത്. അച്ഛൻ ചെയ്യുന്ന നല്ല കാര്യങ്ങള് പാവപ്പെട്ടവർക്ക്, വീടില്ലാത്തവർക്കും, അതേപോലെ വിധവകൾക്ക്, കടപ്പ് രോഗികൾക്ക്, ആരും ഇല്ലാത്തവർക്കൊക്കെ സുരക്ഷിതമായിട്ട് കഴിയാൻ പറ്റുന്ന വീടുകൾ വെച്ച് കൊടുക്കുകയാണ്. പ്രൊജക്ട് ഷെൽട്ടർ എന്ന പേരിലാണ് അച്ഛൻ വീട് വെച്ച് കൊടുക്കുന്നത്. അച്ഛനെ കുറിച്ച് പറയാൻ ഒത്തിരി ഒത്തിരി സ്നേഹമുള്ള, അതായത് ദൈവത്തിന്റെ പ്രതിപുരുഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ജോർജ് അച്ഛനാണ്. ജോർജ് കണ്ണന്താനം അച്ഛൻ. അച്ഛന്റെ ജീവിതം തന്നെ അതിനായി മാറ്റി വെച്ചിരിക്കുന്ന ഒരു വൈദികനാണ്. കാരണം വചനത്തെ മുറുക്കി പിടിച്ച് നടക്കുന്ന ഒരു വൈദികൻ. അദ്ദേഹമാണ് എനിക്ക് വീട് വെച്ച് തരുന്നത്. അദ്ദേഹത്തെ കുറിച്ച് എത്ര പ്രശംസിച്ചാലും നമുക്ക് മതിയാവില്ല. നമുക്ക് ആരാണ് അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നത്, എനിക്ക് വീടില്ല അച്ഛാ, എനിക്ക് ആരുമില്ല, എൻ്റെ അവസ്ഥകൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതെല്ലാം കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യൻ. അതാണ് ആ പ്രൊജക്ട് ഷെൽട്ടറിന്റെ കൂടെ ഉള്ളവരും അങ്ങനെ ഉള്ളവരാണ്. വീട് ഏകദേശം വാർപ്പ് കഴിഞ്ഞു. ഇനി അതിന്റെ പെയിന്റിങ്, പ്ലംബിങ്, വയറിങ്, തേപ്പ് ഇതെല്ലാം കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മച്ചിയും കൂട്ടിപ്പോ. എൻ്റെ അമ്മച്ചി എനിക്ക് എൻ്റെ ആ വീടിനകത്ത് കയറ്റി
ഒത്തിരി വർഷം എൻ്റെ അമ്മ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അമ്മയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞു. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഒത്തിരി ഇതാണ്, ഡെയിലി മരുന്നുകളാണ്. എന്നും ഒരു ദിവസം തന്നെ അമ്മച്ചിക്കുണ്ട് 1,500 രൂപയുടെ മരുന്ന്. ഈ മരുന്നുകളെല്ലാം കഴിച്ച ഒരു നേരം അമ്മേന്റെ മരുന്ന് മുടങ്ങി എനിക്ക് സങ്കടം. കാരണം എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ കുറച്ചു കാലം കൂടി ജീവിക്കണം എന്നൊരാഗ്രഹം. 12 വർഷം എനിക്ക് കിട്ടാതെ പോയ ആ സ്നേഹമെല്ലാം, ഞാൻ കൊടുക്കാതെ പോയ ആ സ്നേഹമെല്ലാം എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം. എൻ്റെ അമ്മയെ എനിക്ക് നന്നായി നോക്കണം. എൻ്റെ അമ്മയേ ഉള്ളൂ എൻ്റെ ജീവനായിട്ട്. എനിക്ക് വേറെ ആരുമില്ല. എനിക്ക് ഭർത്താവോ മക്കളോ ആരും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് എൻ്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അമ്മയുടെ കൂടെ ഒത്തിരി വർഷം ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വയ്യാതെ തീരെ നടക്കാൻ വയ്യാതായാൽ ഞാൻ എടുത്തും കൊണ്ട് നടന്നോളാം.